ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പരീക്ഷാ സീസൺ വീണ്ടും എത്തുകയാണ്. എല്ലാവരുടെ ഹൃദയത്തിൽ ഒരു ചെറിയ ഭയം തോന്നുന്നുണ്ടാവും അല്ലേ? Don't worry. Today I am going to tell you how to face exams without fear. Simple, powerful tips than actually work. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭയമില്ലാതെ പരീക്ഷയെ എങ്ങനെ നേരിടാമെന്നാണ്. സിമ്പിൾ ആണെങ്കിലും വളരെ പ്രായോഗികമായിട്ടുള്ള ചില ടിപ്പുകളാണ് പറയുന്നത് കേട്ടോ. നമ്പർ 1, അണ്ടർസ്റ്റാൻഡ് യുവർ ഫിയർ. ഫസ്റ്റ്, അണ്ടർസ്റ്റാൻഡ് യുവർ ഫിയർ എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഇറ്റ്സ് നോട്ട് ദ എക്സാം യു ഫിയർ, ഇറ്റ് ഈസ് ദ റിസൾട്ട്. യു കീപ് തിങ്കിങ് വാട്ട് ഇഫ് ഐ ഫെയിൽ ഓർ വാട്ട് വിൽ പീപ്പിൾ സേ അല്ലേ? നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഭയം എന്താണ് എന്ന് മനസ്സിലാക്കണം. എക്സാം ടൈമിലുള്ള ഭയം, പരീക്ഷ പേടി, പരീക്ഷ ഭയം എന്നൊക്കെ കേൾക്കാറില്ലേ? അപ്പം പലപ്പോഴും ഭയപ്പെടുന്നത് പരീക്ഷയല്ല, മറിച്ച് നമ്മൾ അതിൻ്റെ റിസൾട്ടിനെയാണ് ഭയപ്പെടുന്നത്. എൻ്റെ മാർക്ക് കുറവായാൽ, ഞാൻ തോറ്റുപോയാൽ അവർക്ക് എന്ത് തോന്നും, ഇവർക്ക് എന്ത് തോന്നും എന്നുള്ള ചിന്തകളാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. നമ്മൾ ഓർത്തിരിക്കേണ്ടതെന്ന് പറയുന്നത് മാർക്ക് എന്ന് പറയുന്നത് ഒരു വെർത്തല്ല, അതായത് ഒരു വിലയെ അല്ല. അപ്പൊ നമ്മളെക്കാളും വലുതല്ല മാർക്ക് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. പല പേരൻസും നമ്മൾ കാണാറില്ലേ, അവരുടെ സ്റ്റാറ്റസ് ഉയർത്തുന്നതിന് വേണ്ടി പല കുഞ്ഞുങ്ങളെയും ബലിയാടാക്കുന്നത് കാണാം. എന്ന് വെച്ചാൽ അവർക്ക് മാർക്ക് മാത്രം മതി. കുഞ്ഞുങ്ങളുടെ ശാരീരികവും മാനസികമായിട്ടുള്ള ആ പ്രോബ്ലംസ് ഒന്നും അവര് മനസ്സിലാക്കാറില്ല അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് യുവർ മാർക്സ് ഡു നോട്ട് ഡിഫൈൻ യുവർ വർത്ത്, യു ആർ മോർ ദാൻ എ നമ്പർ. ആ നമ്പറിനെക്കാട്ടിൽ നിങ്ങളാണ് വിലപ്പെട്ടത് എന്നുള്ളത് ആദ്യമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ സെക്കൻഡ് വൺ ഈസ് പ്ലാൻ ആൻഡ് പ്രിപ്പയർ സ്മാർട്ട്. എന്ന് വെച്ചാൽ കറക്റ്റായിട്ടൊരു പ്ലാനിങ് ആവശ്യമാണ്. ടൈം ടേബിൾ പോലെ ഉള്ള പ്ലാനിങ് നമ്മൾക്ക് ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു ശതമാനം നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്ലാൻ സ്മാർട്ട്. Make a simple timetable. Don't try to study 10 hours in one stretch. എന്ന് വെച്ചാൽ ഒരേ സമയം ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഒരേ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ 10 മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് ഇരുന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ബ്രേക്ക് ഇൻടു സ്മോൾ ഗോൾസ്. അതായത് നമ്മുടെ ചാപ്റ്ററിനെ, നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനെയൊക്കെ നമ്മൾക്കൊന്ന് ഡിവൈഡ് ചെയ്ത് പഠിക്കണം. എല്ലാം കൂടെ ഒന്നിച്ചിങ്ങനെ കലക്കി കുടിക്കുന്നത് ശരിയല്ല കേട്ടോ. അപ്പോഴെന്താണ്, 1 ചാപ്റ്റർ എ ഡേ, അതർവൈസ് 1 റിവിഷൻ എ വീക്ക്, അങ്ങനെയൊക്കെ ചെയ്യണം. ഒരു ദിവസം ഒരു ചാപ്റ്റർ, ആഴ്ചയിൽ ഒരു റിവിഷൻ, അങ്ങനെയൊക്കെ ചെയ്താൽ നന്നാകും. അപ്പോൾ എവറി സ്മോൾ വിൻ ഗിവ്സ് ബിഗ് കോൺഫിഡൻസ്. അപ്പോൾ ചെറിയ വിജയങ്ങൾ തന്നെയാണ് വലിയ ആത്മവിശ്വാസങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ ഈസ് ടേക്ക് കെയർ ഓഫ് യുവർ മൈൻഡ് ആൻഡ് ബോഡി. എന്ന് വെച്ചാൽ അപ്പം നമ്മുടെ ഏറ്റവും നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയാണ് സ്ട്രെസ് കൂടുതൽ, സ്ട്രെയിൻ കൊടുക്കുന്നത്? നമ്മുടെ തലച്ചോറിനാണ്, ബ്രെയിനാണ്, നമ്മുടെ CPU അല്ലേ? അപ്പോൾ യുവർ മൈൻഡ് നീഡ്സ് റെസ്റ്റ് ടു പെർഫോം. അപ്പോൾ അതിനൊരു റെസ്റ്റ് നമ്മൾ കൊടുത്തേ പറ്റുകയുള്ളൂ.